നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഉടമ്പടി ചെയ്യണത് അവർക്കും കൃപ ലഭിക്കും. അനുഗ്രഹം മാത്രമല്ല. അതുകൊണ്ടാണ് ആ ദമ്പതികൾ, ഇപ്പോൾ ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ അവർക്ക് വേണ്ടി ഉടമ്പടി ചെയ്തു, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ആങ്ങളെ, എൻ്റെ നാത്തൂന് സംസാരിക്കാണ്ടിരിക്കണ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. ഞാനത് അമ്മയോട് പറഞ്ഞു. അമ്മ അവിടെ മധ്യസ്ഥം വഹിച്ചു. എന്നാ അത്ഭുതം സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പം അവർ തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ സ്നേഹമാണെന്ന് കൈയിടിച്ച് കിടത്താണ്. ശക്തിയോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശരിക്കും പുതിയ പുസ്തകം ഉടമ്പടിയുടെ എഴുതിയപ്പോഴും ഞാൻ ഊന്നൽ കൊടുത്തിരുന്നത് ഉടമ്പടി അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണെന്നാണ്. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതിക ആനുകൂല്യങ്ങളാണ്. നോഹിൻ്റെ കാലം മുതൽ ഉടമ്പടി വെളിപാടിൻ്റെ കാലം വരെ എത്തി നിൽക്കുമ്പോഴെല്ലാം ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ് സംസാരിക്കണത്. പക്ഷേ ഇന്നത്തെ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അനുഗ്രഹത്തിൻ്റെ കൂടെ കൃപയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കൃപയെന്ന് പറയണത് എന്താണ്? ദ പവർ ഓഫ് ദി ഓൾമൈറ്റി. അതാണ് കൃപ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോഴേ ലുക്ക 1:35 പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അതാണ് കൃപ. ശക്തിയുടെ ഇഫക്റ്റാണ് ബ്ലെസ്സിങ്സ്. ശക്തിയുണ്ട്, ശക്തിയുടെ ഫലങ്ങളുണ്ട്. ശക്തിയുടെ ഫലങ്ങളാണ് നമുക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോഴെന്നാ പറയണത്? ശക്തി തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കണം. ഈശോ അത് തന്നെയല്ലേ പറഞ്ഞേ? ഈ വെള്ളം കുടിക്കണവേ ഇനിയും ദാഹിക്കും. പിന്നെ എന്താ പറയുന്നത്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക്. അപ്പം ഞാൻ തരുന്ന വെള്ളം എന്താ? ആ തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഒന്ന് പറഞ്ഞേ, തിരുനാളിന്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. സി, ഒരു കാര്യം പറയുന്നതിന് മുമ്പുള്ള സെറ്റിങ്സ് കണ്ടല്ലേ? യോഹന്നാൻ്റെ സുവിശേഷമാണ് 7:37. യോഹന്നാൻ 7:37 ഒന്ന് പറഞ്ഞേ. തിരുനാളിൻ്റെ മഹാദിനത്തിൽ. അപ്പം തിരുനാളിന് എത്ര ദിവസമുണ്ട്? 11 ദിവസമുണ്ട്. യഹൂദൻ്റെ തിരുനാളാണ്. ഈ 11ാമത്തെ ദിവസം എന്നാണ് പിഗ് ഡേ. ആ ദിവസം ആണ് ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്നത്. ആ ദിവസമാണ് ഈ ദൈവികമായ രഹസ്യം പറയാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുത്തത് എന്നാ യോഹന്നാൻ പറയണത്. അതാ പറയണത് തിരുനാളിൻ്റെ മഹാദിനത്തിൽ. പറഞ്ഞേ, തിരുനാളിന്റെ മഹാദിനത്തിൽ. പിന്നെ എന്താ ചെയ്തത്? അവൻ എഴുന്നേറ്റ് നിന്നു. കാര്യം ഈശോ ഇരുന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. മലയിലെ പ്രസംഗം എന്താ? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ മലയിൽ ഇരുന്നു എന്നാണ് പറയണത്, അല്ലേ? ഇരുന്ന് പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് എഴുന്നേറ്റ് നിന്ന് പറയണത്. അപ്പോൾ ഈശോയുടെ ആ ബോഡി പൊസിഷനൊക്കെ എങ്ങനെ യോഹന്നാൻ ആ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് സുവിശേഷം ഇങ്ങനെ മദ്രിച്ച് വായിക്കണം. പെട്ടെന്ന് വായിച്ച് പോകരുത്. കാര്യം സുവിശേഷത്തിൻ്റെ വള്ളിപ്പുള്ളി ദീർഘങ്ങൾ പണ്ട് പത്തിപ്പറമ്പിലെന്നും പറഞ്ഞൊരു ഫാദറാണ് എന്നെ പഠിപ്പിച്ചത്, ഹെർമനോട്ടിക്സ്. അപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ പറയും, ഈച്ച് ആൻഡ് എവരി പഞ്ച്വേഷൻ കോമ ഈസ് ഇൻസ്പയർഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ബൈബിളിൽ അങ്ങനെ സഭ അത്രയും കർക്കശമായിട്ട് പഠിപ്പിക്കുന്നില്ലെങ്കിലും പത്തിപ്പറമ്പൻ നന്നായിട്ടാണ് പഠിപ്പിക്കണേ. പത്തിപ്പറമ്പൻ പറയേ ബൈബിളിലെ കുത്തടി കോമ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളതാണെന്ന് കൈ അടിച്ച് കർത്താണ് ശ്രേലി. സുഖില ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന ആരാധന
യേശുവേ ആരാധന. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോഴേ കർത്താവാണ് നമ്മോട് സംസാരിക്കണത് എന്നുള്ള ഓർമ്മയിൽ വേണം വായിക്കാൻ. ഇപ്പം രാവിലെ എഴുന്നേറ്റ് 6 മണിക്കൂർ വായിക്കത്തില്ലേ? ഇല്ലേ? രാവിലെ എഴുന്നേറ്റ് ഒറ്റയടിക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കണ്ട. 2 മിനിറ്റ് 3 മിനിറ്റ് വെച്ച് കിടക്കാനുള്ളിൽ വായിച്ച് തീർത്താൽ മതി. മൊത്തം ഇങ്ങനെ ഒറ്റയടിക്ക് വായിക്കണ്ട. വായിക്കണ തന്നെ പിന്നെ മനസ്സിലത് ഉറക്കണവരെ നമുക്ക് ആവർത്തിച്ച് വായിക്കാം. അരമണിക്കൂറാണ് പ്രാധാന്യം, ക്വാണ്ടിറ്റിക്കല്ല. എന്തുമാത്രം വായിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. വായിക്കുന്ന കാര്യത്തിന് അഭിഷേകം കിട്ടിയോ എന്നാണ് പ്രശ്നം. ഈ ബൈബിളിനൊരു പ്രശ്നമുണ്ട്. ബൈബിള് വായിക്കണതും പത്രം വായിക്കണതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടാകും. ബൈബിൾ വായിക്കണതും സ്റ്റഡി മെറ്റീരിയൽസ് വായിക്കണതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കാര്യം ബൈബിൾ ദൈവത്തിൻ്റെ വചനമായത് കാരണം ഇത് ആത്മാവിലിങ്ങനെ അഭിഷേകമായി മാറും. വേറെ ഒന്നിനും അങ്ങനെ അഭിഷേകമാകാൻ പറ്റത്തില്ല. അഭിഷേകമായി കഴിഞ്ഞാൽ ദൈവ ചൈതന്യമായി നമ്മുടെ ഉള്ളിൽ ഇത് വസിക്കും. അപ്പോഴ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇതൊക്കെ ആവശ്യമുള്ള സമയത്ത് നമ്മളും തന്നെ പുറത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, ദൈവവചനം ദൈവസ്നേഹത്തോടെ വായിക്കാനും വചനത്തിലെ അഭിഷേകം പ്രാപിക്കുവാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഴയായി പെയ്യട്ടെ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോൽ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോൽ. ആത്മാവിൽ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൽ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. വചനം ഘോഷിക്കുമീ വേളയിൽ നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കുമീ വേളയിൽ നിന്നാമം പാടുമീ കൈകൾ ഉയർത്തിയടിച്ച. ആത്മാവിൽ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൽ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് പിന്നെന്നാ പറയണത്? ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറയാം, ഉച്ചത്തിലും പറയാം. കാര്യം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ഈശോ പയ്യാണ് പറഞ്ഞത്. 12 പേർക്ക് കേട്ടാൽ മതിയല്ല. ഇത് ഉച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാ ആവശ്യം എന്താണ്? എൻ്റയർ കമ്മ്യൂണിറ്റി മൊത്തം ഇത് കേൾക്കണം. എല്ലാവർക്കും വേണ്ടിയുള്ള ഉപദേശമാണ്, ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഉപദേശം അല്ല. ഹോൾ പബ്ലിക്കിനുള്ള ഉപദേശമാണ്, എല്ലാവരോടുമാണ്. നമ്മളെല്ലാം അത് ബാധിക്കും. ഈശോ സംസാരിക്കുമ്പോൾ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിൻ്റെ അകത്ത് ഓട്ടോറിക്ഷക്കാരുണ്ട്, ഇല്ലേ? കൽപ്പണിക്കാരുണ്ട്, മരപ്പണിക്കാരുണ്ട്, കളക്ടർമാരുണ്ട്, എല്ലാവരുമുണ്ട്. അതാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ പറഞ്ഞ് എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേ ഈ വെള്ളം കുടിക്കണമെന്ന് ഇനിയും ദാഹിക്കുമെന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? സമരക്കാരിയോട് പറഞ്ഞു. എന്താ കാര്യം? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആൾ അവളുടെ ഭർത്താവല്ല. ഇവർക്ക് ആ മേഖലയിൽ സൗഖ്യമില്ല. പല വിഷയങ്ങൾക്കും നമ്മൾക്ക് പലപ്പോഴും സൗഖ്യമില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ സങ്കടങ്ങൾ വരുന്നത് നമുക്ക്. ഇപ്പം ചില ആൾക്കാർക്ക് ശാരീരികമായ വിഷയമാകാം,
ചില ആൾക്കാർക്ക് കാറാകാം. മാസം വർഷം കാറ് മാറ്റുന്നവരില്ലേ? ആദ്യം വർഷം കാറ് മാറ്റും, ബ്രാൻഡ് മാറ്റും. അവർ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്യണത് തന്നെ പുതിയ കമ്പനിക്കാരുടെ പുതിയ കാറിൻ്റെ പുതിയ ഫെസിലിറ്റീസ് എന്താണെന്ന് നോക്കിയിട്ടാണ് അവർ ചെയ്യണത്. പുതിയ ഫെസിലിറ്റി ഉള്ള കാറ്, പഴയ കാറ് വാങ്ങിച്ച് 45 ലക്ഷം വാങ്ങിച്ചിട്ട് അത് റീസെയിലിന് 15 ലക്ഷത്തിന് വിറ്റിട്ട് പിന്നെ എടുക്കണത് 1 കോടിയുടെ കാറാണ് എടുക്കണത്. ഈശോ എന്നാ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഒരു വിഷയം മാത്രമല്ല, എല്ലാം തന്നെ സംഭവം. നിങ്ങൾ വീടൊക്കെ പൊളിച്ച് പണിയണതും ഗ്രാനൈറ്റാക്കി ടൈൽസ് മാറ്റിയിട്ട് മാർബിൾ ഇടും. മാർബിൾ പൊളിച്ച് കളഞ്ഞിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ ഗ്രാനൈറ്റ് ഇടും. എന്നിട്ട് അതെന്ത് ചെയ്യും? പെട്ടവിലക്ക് ആക്രിക്കാർക്ക് കൊടുക്കും, അല്ലേ? പല വീടുകളിലും ഞാൻ ഒരിക്കലൊരു വീട്, ഒരു ടിപ്പിക്കൽ വീട് അറിയാം. ഞാൻ ആ ഇടവക ഇരുന്നിട്ടുള്ള ആളാണ്. ആദ്യം ടൈൽസാണ് അവരിട്ടത്. പിന്നെ അവർ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അത് മാർബിളാക്കി. പിന്നെ 5 കൊല്ലം കഴിഞ്ഞില്ല, അതും പിന്നെ ആ മാർബിളും പൊളിച്ച് കളഞ്ഞ് അത് ഗ്രാനൈറ്റാക്കി. അതായത് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. മറ്റ് ജനങ്ങളുടെ ഒപ്പം മറ്റ് ജനങ്ങളുടെ എസ്റ്റീമിനൊപ്പം നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രവണതയാണ് ആന്തരിക ദാഹം. അതാണ് ഈശോ പറയണത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. കാര്യം ലോകം തരുന്ന വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു എസ്റ്റീം കീപ്പ് ചെയ്തിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ കടക്കാരാകും. ഇന്ന് പലരും കടക്കാരായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആന്തരിക പ്രവണതയാണ് ഈശോ ചികിത്സിക്കുന്നത്. സുതുകട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, സ്തോത്രം പരിശുദ്ധൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യന് തൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിലുണ്ടല്ല, നമ്മുടെ കോൺഫിഡൻസ് എന്ന് ശരമിള പറഞ്ഞില്ലേ, അതാണ് ഈ പ്രശ്നം. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ തൃപ്തിയാണ്. നമ്മളത് അനുഭവതലത്തിൽ വരുന്ന ശരമിള പറഞ്ഞ കോൺഫിഡൻസ് നമ്മുടെ തൃപ്തിയാണ്. പക്ഷെ മനുഷ്യന് തൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനെന്നാ ഒരു മാർഗമുള്ളത്? മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ മേലെല്ലാം അഭിഷേകം ഉണ്ടാകണം. കാര്യം അഭിരുചിയാണ് പ്രശ്നം. അഭിരുചിയും ആത്മാഭിഷേകവും തമ്മിൽ വളരെ കണക്റ്റഡാണ്. അഭിരുചി ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പഴയകാല സിനിമാ നടി ഉണ്ടായിരുന്നു നമുക്ക്, ഞാൻ പേരൊന്നും പറയണില്ല. കർത്താവിൻ്റെ വചനവേദികളിൽ ഞാൻ ഇങ്ങനെയുള്ള റെഫറൻസ് സാധാരണ ഒഴിവാക്കുന്നതാണ്. ഇപ്പം ഈ ഒരു വിഷയം വന്നതുകൊണ്ട് നിങ്ങൾ അറിയാൻ വേണ്ടി. അവർ ഇൻ്റർവ്യൂവിന് പറഞ്ഞത് പണ്ടത്തെ കാലം, അതായത് 60-70കളിലൊക്കെ ഉള്ള കാലം സിനിമാ നടി മലയാളികളുടെ അഭിരുചി വണ്ണമുള്ള നടികളെയാണ്, കൈയൊക്കെ വണ്ണമുള്ളത്, മുഖമൊക്കെ വണ്ണമുള്ളതൊക്കെ വലിയ നടികളെയായിരുന്നു മലയാളികൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത് സ്ക്രീനിലെ. ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് ഞങ്ങൾ കുറേ വെണ്ണ കഴിക്കുമായിരുന്നെന്നാണ്. വെണ്ണയും ചോറും കഴിക്കുമായിരുന്നു രാവിലെ എഴുന്നേറ്റ്. സൈറ്റിൽ നിന്ന് ഓരോ ഷോട്ട് കഴിയുമ്പോഴും വന്ന് വെണ്ണയും ചോറും കഴിച്ചുകൊണ്ടിരിക്കും, വണ്ണം വെച്ചിരിക്കുക. ഇപ്പം മാറി. ഇപ്പം എന്നാ രാവിലെ ഒരു ഗ്ലാസ്, ഇപ്പോഴത്തെ സൈറ്റിലേക്കുള്ള രാവിലെ കിട്ടുന്നത് ഒരു കഷ്ണം ബ്രെഡാണ്, പിന്നെ ഇത്തിരി തൈര്, ഭക്ഷണം കൊടുക്കത്തില്ല. ഉച്ചക്കാണ് 50 ഗ്രാം ചോറ്. എന്താണ് ഇപ്പം സ്ലിം ബ്യൂട്ടിയാണ് അഭിരുചി കേരളത്തിൻ്റെ. അപ്പോൾ ഒരു 30 കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള കാര്യങ്ങളില്ലേ. നിങ്ങളവർക്ക് ഞാൻ സിനിമാക്കാര്യം പറയണമെന്ന് അല്ല, പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താണ്? ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഒന്ന് കുറയുന്ന 7:31
1 കൊറിന്ത്യൻസ് 7:31. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ പറയണത്. 1 കൊറിന്ത്യൻസ് 7:31. നമ്മൾ പറയണ പോലെ നിസ്സാരമല്ല. കോൺഫിഡൻസ് ഒരു വില്ലനാണ്. നമ്മുടെ ആത്മാഭിഷേകത്തിന് വിലങ്ങെടുത്തിരിക്കുന്നത് എന്താണ്? അഭിരുചികളാണ്. ഈ അഭിരുചികളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം എന്നാ പറയണത്? 1 കൊരിന്ത്യൻസ് 7:31. ഒന്ന് പറഞ്ഞ്, ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം ലോകത്തിൻ്റെ അഭിരുചികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ലോകത്തിൻ്റെ മാറുന്ന അഭിരുചി അനുസരിച്ച് കൊണ്ട് നമ്മൾ അതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാലത്തിനൊപ്പം ഓടിയെത്തത്തില്ല. കാലത്തിനൊപ്പം ഓടിയെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകരുത്. അതാണ് പ്രശ്നം. ലോകം ഓടുന്ന ഓട്ടത്തിൻ്റെ പുറകെ ഓടാൻ ദ അനോയിന്റഡ് പേഴ്സൺ ഈസ് നോട്ട് ലയബിൾ. വിശ്വാസി ബാധ്യസ്ഥനല്ല. കൈയടിച്ച് കർത്താണ്. കഴിഞ്ഞ ദിവസങ്ങളൊരു അമ്മച്ചി, കഴിഞ്ഞ ദിവസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം ആയുള്ളൂ. ഞാൻ പറഞ്ഞ കേട്ടാൽ നിങ്ങൾ ചിരിക്കും. അവരുടെ മകൻ്റെ കല്യാണം പോയി. മകന് 30 വയസ്സ് കഴിഞ്ഞ് കല്യാണം പോയി. അവസാനത്തെ കല്യാണം ശരിയാകുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ഞാൻ ചോദിച്ചു, കല്യാണം എങ്ങനെയാണ് പോയത്? അത് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ കല്യാണം പോയിരുന്നു. ആര് തമ്മിൽ? പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ ചെന്നിട്ട് പെണ്ണും ചെറുക്കനായിട്ട് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ കല്യാണം പോയി. അപ്പോൾ ഞാനോടത്ത് അതിനൊക്കെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകും. ഞാൻ പറഞ്ഞ് അതിനൊക്കെ പ്രശ്നം എന്താണ്? അപ്പോൾ അവൾ പറഞ്ഞേ, നിങ്ങൾ ഫ്രഞ്ച് താടി വെക്കണമെന്ന് പറഞ്ഞു തന്നു. നിങ്ങളെപ്പോലെ ഞാനും വാ പൊളിച്ച് സത്യം പറഞ്ഞ ഒരു പരിപാടി. ഫ്രഞ്ചാടി എന്നറിയാമല്ലോ, പുളുക്കാൻ ഈ സാധനം വെക്കണമെന്ന് പറഞ്ഞു അവൾ. പിന്നെ ശനിയാഴ്ച ഔട്ട് ഈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രോഗ്രാമൊക്കെ പറഞ്ഞു കൊടുക്കുക. കല്യാണത്തിന് മുമ്പ് പ്രോഗ്രാം കൊടുക്കുകയുണ്ട്. ഇനി മെനു കൊടുക്കാൻ ഞാൻ ഭാഗ്യമായി. അപ്പോഴേ ഇപ്പം പറഞ്ഞ്, എനിക്കൊന്നും പറ്റാത്ത പരിപാടിയാണ്, എൻ്റെ മുഖത്തിന് ഇണങ്ങത്തില്ല. അത് വല്ല ലെനിൻ്റെ പോലെയൊക്കെ ഉണ്ട ഫേസ് ആണെങ്കിൽ ഒരു പുളുക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതങ്ങനെയുള്ള പരന്ന ഫേസാണ്. അപ്പോൾ അത് പുളുക്കാൻ പറ്റത്തില്ല. അത് ശരിയാവാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ഒറ്റ കാര്യം കൊണ്ട് അവൾ പറഞ്ഞ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം എന്നാ പരിപാടി, കല്യാണം കിട്ടുന്നത് താടി വെക്കാനാണ്. ആ രീതിയിലായി. പക്ഷേ അതാണ് ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ. കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ കറക്റ്റല്ലേ? അതായത് നമ്മളുടെ അഭിരുചികൾ, അച്ഛൻ പറഞ്ഞില്ലേ, അഭിരുചികൾ നിസ്സാര കാര്യമല്ല. ഈ അഭിരുചികളുടെ മേൽ അഭിഷേകം വേണമെന്നാണ് ഈശോ പറയണത്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇതുപോലെയുള്ള അഭിരുചികളുടെ തടവറകളിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ പേരിലുണ്ടാകുന്ന അസ്വസ്ഥകളും അതൃപ്തിയുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ടാണ് അവളോട് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താ? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ, അഭിരുചിയുടെ തടവറയിലാണെങ്കിൽ എൻ്റെ അടുത്ത് വരിക. എന്തിനാ വരണത്? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ
അരുവികൾ ഒഴുകും. എന്നിട്ട് യോഹന്നാൻ വളരെ വെടിപ്പായിട്ട് പറയും. ഈശോ എന്നാ പറഞ്ഞതെന്നറിയാവോ? വളച്ചു കെട്ടി പറഞ്ഞതാണെങ്കിലും പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? യോഹന്നാൻ 7:38 തന്നിൽ വിശ്വസിക്കാനിരുന്നവർ പറഞ്ഞേ, സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കാനിരുന്നവരെ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, 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 ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, 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 ഹല്ലേലൂയ. കർത്താവേ, ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കളിലെ ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അഭിരുചികളുടെ തടവരെ കിടക്കുന്നവർക്കുണ്ടാകുന്ന അതുത്തികളിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ മക്കളെ സംരക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ലോർഡ് ജീസസ്, pour out his spirit. യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഒരുമിച്ച് പാടുക, പാടി പ്രാർത്ഥിക്കുക. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിൻ്റെ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ്റെ അരുവിയായി സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് പ്രഭാഷകൻ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. പ്രഭാഷകൻ 37-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. പ്രഭാഷകൻ 37-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ഉടമ്പടി വെച്ചാലും ചില കാര്യങ്ങൾ കർത്താവ് ഇത് ഡിസേൺ ചെയ്ത് കഴിയുമ്പോൾ, സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് നിനക്ക് ചിലപ്പോൾ നല്ലതല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് അത് തരത്തില്ല. ചിലപ്പോൾ നീ
ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും കാര്യങ്ങൾ. പക്ഷെ നിൻ്റെ ഭർത്താവിൻ്റെ അഭിരുചി അനുസരിച്ച് കൊണ്ടും അല്ല നിൻ്റെ ഭാര്യയുടെ അഭിരുചി അനുസരിച്ച് കൊണ്ടും ചിലപ്പോൾ അത് അംഗീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? എല്ലാവർക്കും എല്ലാം നല്ലതല്ല. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു സഹോദരനെ അറിയാം. അദ്ദേഹം ഗവൺമെൻറ് ജോലി ഇവിടുന്ന് VRS എടുത്ത് ലീവ് എടുത്ത് പോയാ. ഇവിടെ ശമ്പളം കുറവായതുകൊണ്ട് അദ്ദേഹം ലീവ് എടുത്ത് വിദേശത്ത് പോയി. 5 കൊല്ലത്ത് ലീവ് എടുത്ത് വിദേശത്ത് പോയിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി ഇവിടുത്തെ ജോലി തന്നെ അവിടെ കിട്ടി. പക്ഷേ ശമ്പളം വ്യത്യാസമുണ്ട്, 5 ഇരട്ടിയാണ് ശമ്പളം. ആ പൈസ എല്ലാം അദ്ദേഹം വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് അയച്ചു കൊടുത്തത്. അത് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി വൈഫോട് സംസാരിച്ചപ്പോൾ ഒറ്റ പൈസ ഇല്ലെന്നല്ല, വൈഫ് അവർക്കൊരു സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. പണ്ട് ആ സ്റ്റെപ്പിനി ഔട്ട് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നേ. ഇയാളുടെ ആബ്സൻസിൽ ഉണ്ടാക്കിയെടുത്ത സാധനമാണത്. വേറെ ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധം. ഇയാളെ കൂടെ താമസിച്ചപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് തലയും പുകഞ്ഞ് ഓരോരുത്തന്മാർ ഓരോരോ കാര്യം കാണിക്കുമ്പോൾ ഹു ഫിക്സ് യുവർ അജണ്ട? നിങ്ങളുടെ കാര്യപരിപാടി ആരാണ് നിശ്ചയിക്കുന്നത്? അയൽവാസിയാണോ അതോ പരിശുദ്ധാത്മാവാണോ? അയൽവാസികൾ ജീവിതത്തിന് അജണ്ട നിശ്ചയിച്ചാൽ വഴിയാധാരമാകാൻ സാധ്യതയുണ്ട്. ഇപ്പം എന്താ, കൂട്ടുകാരൻ വിദേശത്ത് പോയി കാശുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ വന്നിവിടെ VRS ലീവ് എടുത്തിരിക്കണത്. ആ കാശ് മൊത്തം ഭാര്യയുടെ കാമുകൻ അടിച്ചു മാറ്റി. ഇപ്പം എന്നാ പറ്റി? ഭാര്യയെ നഷ്ടപ്പെട്ട് ഭാര്യ അയാളുടെ കൂടെ പോയി. ആരുടെ കൂടെ? കുറേ കാശുണ്ടാക്കിയില്ലേ, ആ കാശെല്ലാം ഇവിടെ 2 പേരുടെയും പേരിൽ അക്കൗണ്ട് ആക്കിയിരിക്കുകയാണ്. ഈ മനുഷ്യന് ചുട്ട് തിന്നാൻ പൈസ കിട്ടില്ലേ? അതാണ് വചനം പറയണത്. എന്താണ്? ഞാൻ അമ്മയും കൊണ്ട് നടക്കണ എന്താ കാര്യം എന്നറിയാവോ? അമ്മയ്ക്ക് എങ്ങനെ സംസാരിക്കണമെന്നറിയാം, എപ്പോൾ സംസാരിക്കണമെന്നറിയാം, എപ്പോൾ സംസാരിക്കേണ്ടതെന്നറിയാം, എന്താഗ്രഹിക്കണമെന്നറിയാം, എന്താഗ്രഹിക്കണമെന്നറിയാം. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. ഞാൻ ചില സമയത്ത് അമ്മയോട് ചോദിക്കും, ഈ കാലത്തൊഴുത്തിൽ ആ ഇത്തിരി തൊണ്ടൻ സ്ഥലത്ത് ഇങ്ങനെ പെറ്റുകിടന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എന്ന് ചോദിക്കും. മിണ്ടിയിലല്ല, വല്ല മിണ്ടിയോ? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറയണത്. 2:19 ലൂക്ക ആ വിഷയത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഞെരുക്കങ്ങളെക്കുറിച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയണത്. എന്താ കാര്യം? അപ്പായുടെ മനസ്സിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അപ്പ അങ്ങനെയാണ് ആഗ്രഹിച്ചതെങ്കിൽ അപ്പായ്ക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാകും. കാര്യം ഇതെല്ലാം അവസ്ഥ. ഒരു കുരിശെപ്പോലും കിടക്കുമ്പോൾ വയറ് മുതുകും അപ്പുറത്തിപ്പുറത്തും ചാടുകയാണ്. കുരിശയിലാണ് കിടത്തിയിരിക്കണത്, അവിടെയും സ്ഥലമില്ലാത്ത ഒരാളെയാണ് പെറ്റിരിക്കണത്. പിന്നെ എന്ത് സ്ഥലം കൊടുക്കണമെന്ന് നിങ്ങൾ പറയണത്? അതുകൊണ്ട് ആദ്യം മുതലെയാണ് പഠിപ്പിക്കണത്. ദൈവം നിന്നെ തൻ്റെ സന്തതിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വഴിയെ നാം പോകും. കൈ അടിച്ച് കർത്താണ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ വിശ്വസിക്കുന്നവനുണ്ടല്ലോ, വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കൂടെ ചെയ്യണൊരു കാര്യമുണ്ട്. എന്താ? ദൈവത്തെ സ്നേഹിക്കും.
നമ്മൾ ദൈവത്തെ വിശ്വസിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾ അതിൻ്റെ കൂടെ തീരുമാനിക്കേണ്ടതാണ്, കർത്താവെ നിന്നെ സ്നേഹിക്കാൻ കൂടി എന്നെ അഭിഷേകം ചെയ്യണമേ. എന്താ കാര്യം എന്നറിയാവോ? കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും, എൻ്റെ വചനം അനുസരിക്കുമെന്ന്. അപ്പോൾ ചില സമയത്ത് ദൈവഹിതം നിറവേറുമ്പോഴേ, ഇപ്പം തന്നെ പ്രഭാഷകൻ 37:27 എന്നാ പറയണത്, എല്ലാവർക്കും എല്ലാം നല്ലതല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. എന്നാ ഇങ്ങനെ ഇപ്പോൾ പറയണമെന്നറിയാവോ? നീ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ മോന്തം കയറ്റി പരിഭവം പറഞ്ഞ് പരാതിയും പറഞ്ഞൊക്കെ നടക്കണതേ പല ആൾക്കാരെ നീ കമ്പയർ ചെയ്യണത് കൊണ്ടാണ്. നിൻ്റെ അനിയത്തി, ചേടത്തി, ആൻറ്റിയുടെ മക്കൾ, കസിൻസ്, നിൻ്റെ നിൻ്റെ കൂട്ടുകാർ, നിൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവർ, അല്ലേ, നിൻ്റെ ഇങ്ങനെ പല ആൾക്കാരുടെയും ഭൗതികമായ ഉന്നമനം കണ്ടിട്ട് നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അവരുടെ ഭൗതിക ഉന്നമനവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ചിടുന്നത് ഫലം പ്രാർത്ഥിക്കാത്തവരും നിന്നേക്കാൾ മെച്ചമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ വിശ്വാസത്തിൽ തളർച്ച വന്നിട്ടുണ്ട്. നീ ദൈവത്തിൻ്റെ ലഭിക്കണ ഭൗതിക വസ്തുക്കളെയാണ് നീ മോഹിച്ചത്, ദൈവത്തെ അല്ല. പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണ പോലെ നടക്കാതിരിക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് പറയാതെ പറയുന്ന കാര്യം എന്താണ്? എൻ്റെ മകളെ, എൻ്റെ മകനെ, നീ എൻ്റെ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളെക്കാൾ ഉപരി ആദ്യം നീ എന്നെ സ്നേഹിക്കുക. വസ്തുക്കൾ ഈ ഭൂമിയിൽ അവശേഷിക്കും, ഞാനും നീയുമാണ് അന്ത്യം വരെ ജീവിക്കേണ്ടതെന്ന് ഓർത്ത് ജീവിക്കാൻ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശു സ്തോത്രം, 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 ഹല്ലേലൂയ. ഇരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, ഇരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് തീയിലല്ല യേശുവിൻ കരങ്ങളിലാ, വീഴുന്നത് തീയിലല്ല യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ഹല്ലേലൂയ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധാത്മാവിന് പ്രായമില്ല. പരിശുദ്ധാത്മാവിന് പ്രഭാഷകൻ പറഞ്ഞു തന്നെ പൗലോസ് പറയുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം. എന്താ പൗലോസ് പറയണത്? എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. നിൻ്റെ വിശ്വാസത്തിൽ നിന്നെ പടുത്തുയർത്താൻ സഹായിക്കാത്തത് നിയമാനുസൃതമാണെങ്കിലും നിനക്കത് ലഭിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ലെങ്കിൽ യു മസ്റ്റ് പ്രേ ദൈ കിങ്ഡം കം ദൈ വിൽ ബി ഡൺ. എന്താണ്? എന്തെങ്കിലും വിഷയത്തിൽ ദൈവം നിൻ്റെ ആഗ്രഹത്തിനൊത്ത് തരാതിരിക്കുകയും നിറവേറാതിരിക്കുകയും ചെയ്താൽ ആ നിറവേറേണ്ട വിഷയത്തെക്കാൾ ദൈവപൈതലെ നിൻ്റെ ദൈവം നിനക്ക് വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലുള്ള സ്നേഹം പ്രഖ്യാപിച്ചുകൊണ്ട് നീ വളരണം, പടുത്തുയർത്തപ്പെടണം. പൗലോസ് പറയുമ്പോൾ എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കാം. രോഗസൗഖ്യ പ്രാർത്ഥന. ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കുമെതിരെയുള്ള
ദൈവനാമത്തെ യേശുനാമത്തിലുള്ള ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണിത്. സന്തോഷമായി എഴുന്നേൽക്ക് മക്കളെ. നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ സ്നേഹിക്കണ ദൈവമാണ് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ആ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഡോക്ടർ പോലും കാണാത്ത കല്ല് പരിശുദ്ധാത്മാവ് കണ്ട് സുഖപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളില്ലേ? അത്രയും ജീവിക്കണ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. രോഗസൗഖ്യത്തിൻ്റെ സമയമാണിത്. അച്ഛൻ പറയുന്ന രോഗങ്ങളുള്ള മക്കളെല്ലാം ആ സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് അബ്ഡോമൻ സ്പേസ് എല്ലാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതായത് ഊടിന് താഴെയുള്ള സ്ഥലങ്ങളിൽ കുടലിലെ കുരുക്കൾ, അൾസർ, അരിസസ്, ഉദരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രോഗങ്ങളെയും, ആമാശയത്തിലുള്ള മുഴകൾ, ഇനി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക. പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാം. പിടിയിടില്ലേ? നിങ്ങളുടെ ബന്ധുക്കൾ, അപ്പൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ, ശത്രുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കാര്യം ശത്രുവൊക്കെ ഇവിടെ സമാധാനത്തിൽ ജീവിക്കട്ടെ. കാര്യം നമ്മൾ കർത്താവിൻ്റെ ചോരയുടെ മക്കളാണ്. നമ്മൾ നിത്യകോടി കൊല്ലം കർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ളവരാണ്. അതുകൊണ്ട് നിൻ്റെ ശത്രുക്കളെയും വേണ്ടി ഓർക്കണം നീ. ആ സ്ഥലത്തിൻ്റെ ബാക്കിലാണ് മൂടുകഴപ്പുകളും കസേരകളുടെ തള്ളിച്ചകളും ഡിസ്ലൊക്കേഷൻസും നടുവേദനയുമൊക്കെ. അപ്പോൾ ആ സ്ഥലവും പ്രാർത്ഥിക്കപ്പെടേണ്ട വിഷയമാണ്. അവിടെയൊക്കെ മക്കൾ കൈവെക്കണം. വേദന ഉള്ളവർ ആ സ്ഥലങ്ങളിലൊക്കെ കൈവെക്കണം. കർത്താവ് ഈ സമയം ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹത്തിൻ്റെ ഭൂമിയിൽ ആണ് നീ വന്നിരിക്കണത്. നിന്നെ കർത്താവ് കണ്ണുനീരോടെയാണ് അവർ വരണത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കും. കർത്താവേ, അങ്ങനെ മക്കളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഈശോ അങ്ങയുടെ മക്കൾ ഉദരവേദന അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, മലം അറിയാതെ പോകുന്നവർ, മലം പോകാത്തവർ, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ, കുടലിലെ കുരുക്കളുള്ളവർ, മൂത്രം അറിയാതെ പോകുന്നവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, പെരിപ്പുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ പൊള്ളുന്നവർ, മൂത്രമില്ലാത്തവർ, കിഡ്നിക്ക് രോഗമുള്ളവർ, കിഡ്നി രോഗികൾ, കർത്താവ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകണം. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും കർത്താവ് ഒരു സൂചന നമുക്ക് തന്നിട്ടുണ്ട്. മൂക്കിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും. അപ്പോൾ നമ്മൾ തല മൊത്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഓർക്കണം. തല മൊത്തം കഴിയുമ്പോൾ ഇപ്പോഴും മൂക്കെന്ന് പറയാൻ കാര്യമാണ് അഡിനോയിഡിൻ്റെ ഈ മൂക്കിൻ്റെ ഉള്ളിൽ ദശ വളരത്തില്ലേ, ആ അസുഖം ഈശോ ഇപ്പം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മൂക്കാണ് റെഫർ ചെയ്യണത്. പക്ഷെ നമ്മളിപ്പോൾ സൈനസൈറ്റിസും തലച്ചോറിൻ്റെ തലയിൽ വെള്ളം കെട്ടി കിടക്കുന്നതും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ തല വലുതാണെന്ന് ഡോക്ടർ പറയണത് ഗർഭിണികളും എല്ലാവരും നമ്മൾ ഓർക്കും. ഇപ്പോഴേ സ്പോണ്ടിലോസിൻ്റെ അസുഖം ഉണ്ടാവും, തൈറോയിഡ് ഉണ്ടാവും, ടോൺസൈറ്റ് ഉണ്ടാവും, എല്ലാം ഓർക്കും. അവിടെ എല്ലാം അതുള്ളവരൊക്കെ കൈവെക്കണം കേട്ടോ. തൈറോയിഡ് രോഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പടരുകയാണ്. എല്ലാവരും വേദനിക്കുന്നുണ്ട് പലതരത്തിൽ ഭക്ഷണം കഴിക്കാനും ഒരു നിരാശ. തൈറോയ്ഡ് കാരണം പല സ്രാവങ്ങൾ രക്തത്തിൽ കലർന്നിട്ട് മ്ലാനവതനായിരിക്കുന്നവർ, ഡിപ്രഷൻസ്, പല സങ്കടങ്ങൾ, വേറെ കുറേ രോഗങ്ങൾ, അതിൻ്റെ തന്നെ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഷുഗർ രോഗങ്ങൾ. കർത്താവെ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ശിരസ് രോഗങ്ങൾ, ശിരസ് വേദനകൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസ്
വൈറസ് രോഗങ്ങള് ഈശോ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയുടെ രോഗങ്ങള്, അടിയുടെ കാഴ്ചക്കുറവുകള്, ചെവിയുടെ കേൾവിക്കുറവുകള്, ചില സംബന്ധമായ രോഗങ്ങള്, മാരക രോഗങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മകളെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ശ്വാസകോശങ്ങൾ, അതുപോലെ നടുവെല്ലുകൾ, പിന്നെ കരൾ, ഹൃദയം, അതെല്ലാം പ്രാർത്ഥിക്കാം. പാൻക്രിയാസ് വരെയുള്ള അവയവങ്ങളിലുണ്ടാകുന്ന പ്രാർത്ഥിക്കും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മളിത് പ്രാർത്ഥിക്കാനുള്ള അടുത്ത ഘടകം ഞാൻ ഓർക്കുമ്പോൾ കൈരേഖയെന്നും പറഞ്ഞ സംഭവം ഇങ്ങനെ കർത്താവ് കാണിക്കുന്നുണ്ട്. കൈരേഖ ദാറ്റ് മീൻസ് ഈ 1-ാം പ്രമാണത്തിൻ്റെ എതിരാണത്. രാഹുകാലം, കൈരേഖ, പിന്നെ പഞ്ചാംഗം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം സത്യദൈവത്തിന് നിന്നെ സമർപ്പിക്കുന്നതിന് എതിരായിട്ട് വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ടാണ്. പൊയ് ദൈവങ്ങളാണ് ഈ വരുന്നത്. പൊയ് ദൈവങ്ങളാണ്. അതാണ് പറയുന്നത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു റെഫറൻസ്. അതാണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ രാഹുകാലമോ ഗുളികനോ അതുപോലെ തന്നെ കൈരേഖയോ വേറെ എന്തെങ്കിലും പ്രശ്നം വെപ്പിക്കലോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ. അതായത് മനുഷ്യൻ്റെ ഭാവി അറിഞ്ഞിട്ട് മനുഷ്യൻ ദൈവമായിട്ട് മാറുന്ന ഒരവസ്ഥയില്ല. സിദ്ധന്മാരെ ആൾ ദൈവങ്ങളെയൊക്കെ ആശ്രയിച്ചു കൊണ്ട് പലതരത്തിലുള്ള ജ്യോത്സ്യ പരിപാടികളിലൊക്കെ എല്ലാം കൊടുത്തിട്ട് ദൈവത്തെ നിന്ദിച്ചിട്ടുള്ള അവസ്ഥയില്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം മാപ്പ് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ലോകത്തിൻ്റെ ജ്ഞാനങ്ങളെയും നിഗൂഢ വിദ്യകളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിധാതാവാകാൻ ദൈവേതരമായ മാർഗങ്ങൾ അവലംബിച്ച് അവിശ്വാസിയായിപ്പോയ കാലങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ആവർത്തിക്കത്തില്ലെന്ന് കർത്താവിന്റെ നാമത്തിന് പ്രതിജ്ഞ ചെയ്യുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. ഒരുമിച്ച് പാടുക. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. വിടുതലിൻ ആത്മാവേ, വിടുതലിൻ ആത്മാവേ നിറയണമേ. ഒരുമിച്ച് എല്ലാവരും. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം
പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ഒരുമിച്ച് പാടുക. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. ഹല്ലേലൂയ. ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, 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 ഈശോ, ഈശോ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ കർത്താവേ. ഈശോ, ഈശോ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ കർത്താവേ. ഈശോ, അഗ്നിയാൽ അഭിഷേകിക്കണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. ഉറക്കെ പാടാം. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. വിടുതലിന്റെ ആത്മാവേ, വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. അതിങ്ങനെ തൊലിപ്പുറത്താണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ദശ വളർന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ ത്രികോണം, ഇതുപോലെ ശരീരത്തിനൊരു പേശിയുണ്ട്. ത്രികോണത്തിൻ്റെ ആകൃതിയിലാണ്. കറക്റ്റ് ത്രികോണമല്ല, എന്നാൽ തന്നെ അത് ഏറെക്കുറെ മാംസളമായ ഭാഗമാണ്. ഈ മാംസളമായ ഭാഗത്ത് കറുത്ത പൊട്ടുകളും വെളുത്ത പൊട്ടുകളും കുരുക്കളാണ്. കുരുക്കൾ പൊട്ടിക്കഴിയുമ്പോൾ കറുത്ത നിറം വരും, അല്ലെങ്കിൽ കുരുവിൻ്റെ നിറം വരും. ചില സമയത്ത് ഊത്തലുണ്ടാകും, ചില സമയത്ത് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ രോഗത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. യേശു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തെങ്കിലും ആഡംബര വസ്തുക്കൾ കൊണ്ട് നിൻ്റെ എസ്റ്റീം വർദ്ധിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ ആകർഷണത്തിന് നീ ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അത് നിനക്ക് മാറ്റാനുള്ളിൽ പ്രചോദനം തരുന്നുണ്ടെങ്കിൽ നിനക്കത് മാറ്റാവുന്നതാണ്. കാര്യം നിനക്ക് അതിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതൊരു മെസ്സേജാണ്, ദർശനമാണിത്. അതായത് നീ ഉപയോഗിക്കുന്ന ആഡംബര വസ്തുക്കൾ എന്ന് വിചാരിച്ചോ, അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്കൊരു എസ്റ്റീം കിട്ടണമെന്ന് വിചാരിച്ചോ, ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടണമെന്ന് വിചാരിച്ചോ, അതുകൊണ്ട് നിൻ്റെ മനസ്സിന് തൃപ്തി ഉണ്ടാണെന്ന് വിചാരിച്ചോ, അത് നീ ബലം പ്രയോഗിച്ച് മാറ്റാനല്ല അച്ഛൻ പറയണത്. ആർക്കെങ്കിലും ഈ ധ്യാനത്തിൻ്റെ സമയത്ത് അങ്ങനെ കളയണമെന്ന് തോന്നി, അതൊന്നും ഇല്ലെങ്കിലും എനിക്ക് അംഗീകാരം, എൻ്റെ ആന്തരികമായ അഭിഷേകത്തിൽ എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവും കൃപയും നിനക്ക് തരുന്ന കോൺഫിഡൻസാണ്. ലോകം തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ദൈവം തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നിട്ട് പോകുന്നു, ആ സമാധാനം ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ലോകം തരുന്ന കോൺഫിഡൻസ്, കോസ്മെറ്റിക്സ് കമ്പനീസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ, നമ്മുടെ കാലം കഴിയുമ്പോൾ അതെടുത്ത് മാറ്റപ്പെടുകയും നമ്മുടെ വിഷയം പഴയതുപോലെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആഡംബര വസ്തുക്കളില്ലാതെ
ഒരു മുക്കുത്തി പോലും ഇല്ലാതെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എസ്റ്റീം കിട്ടുന്നുണ്ടെന്നെങ്കിൽ ഇന്ന് നിനക്ക് ആന്തരികമായി തോന്നിയാൽ യു ഹാവ് ഗിവൺ ദ ഗ്രേസ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് ഈശോ പറഞ്ഞില്ലേ? സഫിഷ്യൻ്റ് എന്ന് ഈശോ ഒറ്റ വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ കർത്താവിൻ്റെ വചനത്തിൽ. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. 2 Corinthians 12:9 എന്താ പറയണത്? നിനക്ക് സഫിഷ്യൻ്റ്. സമറിയാക്കാരിയോട് എന്താ പറഞ്ഞത്? 5 ഭർത്താക്കന്മാരുണ്ടെങ്കിലും നിനക്ക് സഫിഷ്യൻ്റ് അല്ല. പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി, ഭർത്താവ് ഇല്ലെങ്കിലും നിനക്ക് ജീവിക്കാമെന്ന്. ദാറ്റ് മീൻസ് ലോകം തരുന്ന സമാധാനം എന്ന് ഈശോ പറയുമ്പോൾ ഞാൻ തരുന്ന സമാധാനം എന്ന് ഈശോ ബദലായിട്ട് പറയും. ലോകത്തിൻ്റെ ഓരോ പ്രവണതയ്ക്കെതിരെ ബദൽ അന്വേഷിക്കുകയാണ് സുവിശേഷം. ആ ബദലിൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, ദ ഗ്രേസ് ഓഫ് ഗോഡ്. കൈ അടിച്ച് കർത്താണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, 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 ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി നമുക്ക് വിഷയങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഓർക്കുക. നെഞ്ച്, ശ്വാസകോശങ്ങൾ, വലിവ്, ആസ്മ, കരൾ, ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ, ഹൃദയത്തിൻ്റെ കോശങ്ങൾ, അതിൻ്റെ പൾസിൻ്റെ കുറവ്, ചിലപ്പോൾ ഹൃദയമിടിപ്പ് കൂടുതൽ, വാട്ടർ വിത്ത് കീസ്, എവിടെയെല്ലാം നിനക്ക് വേദന, ഏതെല്ലാം അവയവങ്ങൾക്കുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ നാമത്തെ കൈവെക്കുക. എന്നിട്ട് പ്രഖ്യാപിക്കുക, ഞാൻ കർത്താവിൻ്റെ നാമത്തിലെ എൻ്റെ രോഗത്തിൻ്റെ മേലും രോഗമുള്ള അവയവത്തിൻ്റെ മേലും എൻ്റെ കൈകളെ യേശുനാമത്തിൽ വെക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ, കരളിനെ സ്പർശിക്കണമേ, കർത്താവെ പാൻക്രിയാസിനെ സ്പർശിക്കണമേ, ഹൃദയത്തെ സ്പർശിക്കണമേ, അസ്ഥിപഞ്ജരങ്ങളെ സ്പർശിക്കണമേ, അസ്ഥിക്കുഴകള്, അസ്ഥിബന്ധങ്ങള്, ശ്വാസകോശങ്ങള്, മാരക രോഗങ്ങള് യേശു നാമത്തില് മാറിപ്പോട്. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവനെ, വല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ, വിടുതൽ എന്ന് പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹ തടസ്സമുള്ളവരെ. നിങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കറിയാവുന്നവരെയും ഓർക്കണം. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വിശ്വാസം കുറവുള്ളവരും ഉണ്ടാവും, ചിലപ്പോൾ പ്രാർത്ഥിച്ച് മടുത്തു പോയവരും ഉണ്ടാവും, വിശ്വാസത്തിന് പിൻവാങ്ങിയവരും ഉണ്ടാകും. ഈ മസ്റ്റ് സപ്പോർട്ട് ദം. നിങ്ങൾ അവരെയും പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യണം. വിവാഹ തടസ്സമുള്ളവരെ ഇപ്പോഴും പരിശുദ്ധാത്മാവ് നിറയാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക. മക്കളില്ലാത്തവരെ, ചിലക്ക് മക്കളില്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് അഭിഷേകം കിട്ടിയിട്ട് അവർക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ ചിലക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചത്ത് കളയണമെന്ന് തോന്നുന്ന അത്രയും ആന്തരികമായ വേദനയുള്ളവരാണ്. ഞാൻ രണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. അവരുടെ വേദനയും എനിക്കത് മനസ്സിലാകും. അപ്പം അത് നമ്മളത് ആരാധനയിൽ വെക്കും. അങ്ങനെയുള്ളവരൊക്കെ ഓരോ വിഷമമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ആരാധനയ്ക്ക് സമയമാവട്ടെ. അപ്പോഴേ ഈശോ ജീവനോടെ എഴുന്നള്ളി മഹത്വപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ വിഷയം പറയാമെന്ന് പറയും.
ഇപ്പം മക്കളില്ലാത്തവർ ഇപ്പോഴ് അവർ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ടാകാം, അണ്ടം തന്നെ ഇല്ലാത്തവരുണ്ടാകാം. ഇനി നിങ്ങളുടെ ആ രണ്ട് അണ്ടാശയങ്ങളും ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റിയിട്ട് ഉള്ളവരുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഓർക്കും അണ്ടാശയം എടുത്തു മാറ്റിയാൽ പിന്നെ കൊച്ചിനെങ്ങനെ ഉണ്ടാകാനാണെന്ന്. അപ്പോൾ നിനക്ക് ഏതെങ്കിലും വിധത്തിൽ കൊച്ചിനെ കർത്താവ് തരാൻ വിചാരിച്ചാലോ, ഇൻ കേസ് ഏതെങ്കിലും മാർഗത്തിൽ, സാങ്കേതിക മാർഗത്തിൽ നിനക്ക് കൊച്ചില്ലാതെ ജീവിക്കാൻ പറ്റാതെന്നില്ലെങ്കിൽ പക്ഷേ നിനക്ക് അണ്ടാശയമില്ല, ഗർഭാശയം തന്നെ എടുത്ത് മാറ്റാം. ഞാൻ പറയും ഗർഭാശയം എടുത്തു മാറ്റപ്പെട്ടവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം ബൈബിൾ അങ്ങനെ പറയും, പ്രതീക്ഷ ഒന്നുമില്ലാതിരിക്കെ അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അതാണ് 4:19. ദത്തിൻ്റെ വഴിയായാലും ശരി, വേറെ എന്ത് വഴിയായാലും ശരി, പ്രതീക്ഷ ഒന്നുമില്ലാതിരിക്കെ ഈ ഗർഭപാത്രം എടുത്തു മാറ്റിയവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു പുസ്തകം കർത്താവിൻ്റെ വചനം മാത്രമാണ്. കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ എല്ലാവരും ആരെയും ഒഴിവാക്കാതെ ദൈവകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് റോമ 4:18-19. പ്രതീക്ഷ ഒന്നുമില്ലാണ്ടിരിക്കെ അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അവൻ പ്രതീക്ഷിച്ചതും വിശ്വസിച്ചതും ആരെയാണ്? ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ ഫയൽ മടക്കിയെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ ഓപ്പൺ ചെയ്യുക. നീ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട നിനക്ക് വേണ്ടി അറ്റ് കോസ്റ്റ് കർത്താവിന് തിരുസന്നിധി സ്വാധീനത്തോടെ മധ്യസ്ഥം വഹിക്കാനുള്ള ലോകത്തിൻ്റെ ഒരു ഇടത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹമൊത്തു വരാത്തവർക്ക് വേണ്ടി. കാര്യം 36 വയസ്സൊക്കെ ആയിട്ടും കല്യാണം നടക്കണില്ല, 33 കല്യാണം നടക്കണില്ല എന്നൊക്കെ പറയുമ്പോഴേ അതൊരു ശാരീരിക ആവശ്യം മാത്രമല്ല, അതൊരു മാനസിക ആവശ്യം കൂടിയാണ്. അപ്പോൾ പിന്നെ എന്നാത്തിനാണ് ഇവിടെ ജീവിക്കണമെന്ന് പോലും തോന്നത്തില്ല. മറ്റുള്ളവരെല്ലാം കല്യാണം കഴിച്ച് അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഒറ്റയ്ക്കിരിക്കണവിടെ കണ്ണുനീര് നിങ്ങൾ കാണണം. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിവാഹമൊത്തു വരാത്തവരെ ഞങ്ങൾ വേദനയോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന മക്കളില്ലാത്തവരെ, ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അതിനെ സ്നേഹത്തോടെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അതിനുവേണ്ടി വിശ്വസിച്ച് ജീവിക്കുന്നവരെ അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കർത്താവിന്റെ കരുണ കൊടിയ കാറ്റ് പോലെ അവിടെ മേൽ വീശി അടിക്കട്ടെ. ദൈവത്തിന്റെ പൈതലുകള് ദൈവനാമത്തില് സന്തോഷിക്കട്ടെ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരമ്മച്ചി ഇവിടെ സാക്ഷ്യം ഇന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിക്കണത് ഒരു മുറിയെങ്കിലും തരാൻ വേണ്ടിയാണെന്ന്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട സാക്ഷ്യമാണോ അതോ നിങ്ങളിവിടെ പറഞ്ഞതാണെന്ന് ഓർക്കണില്ല. ആ സാക്ഷ്യം കേട്ടപ്പോഴെൻ്റെ മനസ്സിന് വല്ലാണ്ട് വേദന തോന്നിയായിരുന്നു. കാര്യം അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കരുത്. നിങ്ങൾ 5 മുറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു മുറിയൊന്നും കിടക്കാൻ പറ്റത്തില്ല. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു മുറി കിടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ദൈവത്തോട് സമർത്ഥമായി പ്രാർത്ഥിക്കുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. കാര്യം നമ്മളോട് കർത്താവ് പറഞ്ഞല്ല, എന്താ പറഞ്ഞത്? ഒരു മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ
എന്നിട്ട് പിന്നെ അവസാനം ഈശോ എന്നാ പറയണത്? അതുപോലെ നിങ്ങളും ചോദിക്കാൻ അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലേക്ക് ചൊരിയുമെന്ന്. അല്ലേ? അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തോട് സമർത്ഥമായി തന്നെ ചോദിക്കണം. സമർത്ഥമായി ചോദിക്കണം. ദൈവം തരണം, നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വീട്ടിൽ സൗകര്യമില്ലാത്തവര്, കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, സമാധാനത്തോടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപ ഇരുന്നതിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപ ഇരുന്നതിയെ, അനുദിനം നിൻ പാദംഗതിയെ അടിയനു നിൻ കൃപമതിയെ, അനുദിനം നിൻ പാദംഗതിയെ അടിയനു നിൻ കൃപമതിയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.